ഇപ്പോൾ ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നൊരു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വി.എസ്. സുനിൽകുമാർ യഥാർത്ഥത്തിൽ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ആവശ്യപ്പെടലാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. പി.വി. അൻവറിനോട് ഒരർത്ഥത്തിൽ ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുനിൽകുമാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗൂഢാലോചന എന്ന ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോഴും ADGPയെ പൂർണ്ണമായിട്ടും തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ ഗൂഢാലോചന പുറത്തു വരണമെന്ന് പി.വി. സുനിൽകുമാർ പറയുമ്പോൾ അതിനു പിന്നിലെ ഒരു രാഷ്ട്രീയ നീക്കം അതെങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അരുൺകുമാർ, തീർച്ചയായും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ആ പ്രതിസന്ധിയുടെ പരിണിത ഫലമാണ് തൃശ്ശൂരിലെ BJPയുടെ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത്തരം ഒരു വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരത്തെ കരുവാക്കിയത് ആരൊക്കെയാണ് എന്ന് ഇനി തെളിയണം, പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് മുൻ മന്ത്രിയും CPI നേതാവുമായ V.S. സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നത്. അന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. പോലീസ് തലത്തിൽ ഉന്നതരായ ഉദ്യോഗസ്ഥരെ വെച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ട് 1 മാസത്തിനകം പുറത്തു വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് 4 മാസം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് എന്ന യാതൊരു ചിന്തയിലേക്കും ആരും പോകുന്നില്ല. ഇതിനുള്ള കാരണം ഇത് ഗൂഢാലോചന എന്ന ഒറ്റ ബാക്കിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഗുണഭോക്താക്കളായ BJP ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന ഗുരുതരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം BJPയും അതുപോലെ തന്നെ RSS നേതാക്കളും പോലീസിലെ ചിലരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണോ തൃശ്ശൂർ പൂരം പൊളിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുണം BJPക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് V.S. സുനിൽകുമാർ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയായിട്ടും ഇല്ല എന്നതാണ്. ഇത് നമുക്ക് വ്യക്തത ഇനിയും വരുത്തേണ്ടത്. പക്ഷേ അത്തരമൊരു ഗൗരവമായ ഒരു അന്വേഷണം നടന്നതായിട്ട് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർക്കൊന്നും അറിയില്ല. തൃശ്ശൂർ പൂരത്തിൽ വലിയ പ്രതിസന്ധിയായിരുന്നു. നമുക്കെല്ലാം അറിയാം, പാതിരാത്രി പുലർച്ചെ നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ട് നടന്നത് രാവിലെ 7:30-ക്കാണെന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉടലെടുത്തിരുന്നു. തിരുവമ്പാടി ദേവസ്വം അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. പൂരം നടക്കില്ല, തുടർന്ന് പൂരം നടക്കില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു. ഇതും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് അത്തരമൊരു പ്രതിസന്ധി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ BJP ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി ഇറക്കുകയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവുകളും ഉപയോഗിച്ചിരുന്ന ഒരു കാലത്താണ് തൃശ്ശൂർ പൂരവും തൃശ്ശൂർ പൂരം പ്രതിസന്ധിയും ഉടലെടുക്കുന്നത്. ആ പ്രതിസന്ധിക്ക് പരിഹാരം എന്ന രീതിയിൽ, ആ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന രീതിയിൽ, ആ പ്രശ്നങ്ങൾ ഉത്തരവാദികൾ കണ്ടെത്തുക എന്ന തലത്തിലാണ് പോലീസ് ആ സമയത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. മന്ത്രിസഭയാണ് ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അത് V.S. സുനിൽകുമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി K. രാജൻ V.S. സുനിൽകുമാറിനെ വിളിച്ച് അറിയിച്ചു ഇത്തരം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നുണ്ട്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് 1 മാസത്തിനകം പുറത്തു വരുമെന്ന് തന്നെ അറിയിച്ചു എന്നാണ് V.S. സുനിൽകുമാർ പറഞ്ഞത്. പക്ഷേ 4 മാസം കഴിഞ്ഞിട്ടും അത്തരം ഒരു അന്വേഷണ കമ്മീഷനോ കമ്മീഷണർ റിപ്പോർട്ടിനെ കുറിച്ചോ ആർക്കും അറിയില്ല. പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് ആർക്കും വേണ്ട എന്നതാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് V.S. സുനിൽകുമാർ അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് രേഖാമൂലം ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് രേഖാമൂലം അപേക്ഷ നൽകാനായിട്ടാണ് ഇപ്പോൾ V.S. സുനിൽകുമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെക്കാണ് ഇപ്പോൾ സത്യത്തിൽ V.S. സുനിൽകുമാർ വെച്ചിരിക്കുന്നത്. ചെക്കിൽ ആരൊക്കെ പെടും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജെയ്സൺ ചാമോളപ്പിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പി.വി. അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ V.S. സുനിൽകുമാർ മുൻ MLA-യുടെ വെളിപ്പെടുത്തൽ. തൃശ്ശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരം എങ്ങനെ കലങ്ങി എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ടീമിൻ്റെ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നാണ് ആഭ്യന്തര വകുപ്പിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കത്ത് അല്പസമയത്തിനുള്ളിൽ നടത്തും.